എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ മാർമല വെള്ളച്ചാട്ടത്തെ പറ്റിയാണ്. മാർമല എന്ന് പറയുന്നത് മാറെന്ന് പറഞ്ഞാൽ വിശുദ്ധമെന്നാണ് അർത്ഥം. ഈ മാർമലയ്ക്ക് മറ്റൊരു ഐതിഹ്യമുണ്ട്. ഇത് ഐതിഹ്യങ്ങളുടെ ഒരു കേദാരമാണ്. ഒത്തിരി ഇതിഹാസ സംഭവങ്ങൾക്ക് വേദിയായിട്ടുള്ളതാണ് ഈ പ്രദേശം. ഒന്നാമതായിട്ട് ഇവിടെ പാണ്ഡവരിൽ ഒരാളായ ഭീമൻ പാഞ്ചാലിയുമൊത്ത് ഈ വെള്ളത്തിൽ ഈ അരുവിയിൽ മഴക്കാലത്ത് കുളിക്കാൻ വരാറുണ്ടെന്നാണ് ഐതിഹ്യം. അവർ താമസിച്ചിരുന്ന പ്രദേശം ഒന്ന് ഇല്ലിക്കക്കല്ല്, പഴുക്കാക്കാനം, പിന്നെ എലവീഴാപ്പൂഞ്ചിറ. അവിടെ നിന്ന് നല്ല മഴക്കാലത്തൂടെ വരാറുണ്ടെന്നാണ് വിശ്വാസം. ഇപ്പോഴും മഴക്കാലത്തൂടെ വരാറുണ്ടെന്നും കരുതപ്പെടുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് തീക്കോയി പഞ്ചായത്തിനും തലനാട് പഞ്ചായത്തിനും ഇടയ്ക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 200 അടി, അതായത് ഏകദേശം 60 മീറ്റർ പൊക്കത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത്, താഴേക്ക് പതിക്കുന്നത്. അത് വീഴുന്ന ആ കുഴിയുണ്ട്, ഒരു കയമുണ്ട്, അതിന് 12 മീറ്ററാണ്, ഏകദേശം 40 അടി ആഴമുണ്ട്. അതിലേക്കാണ് ഈ വെള്ളം പതിക്കുന്നത്. മുകളിലുള്ള ആലുപിലാവ്, അതുപോലെ തന്നെ പിന്നെ ഉമ്മനം, അതുപോലെ വഴിക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള പല ചെറിയ തോടുകൾ ചേർന്നാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇത് ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ അത് മുകൾ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ താഴെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ളപ്പോഴും മുകളിലത്തെ വെള്ളപ്പാച്ചിലിൻ്റെ ഫലമായിട്ട് വലിയ വെള്ളം വീഴുകയും അനേകർ മരിക്കുകയും ചെയ്യാറുണ്ട്. ഒത്തിരി ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിന് ഒരു വിശ്വാസപരമായ കാര്യം പറയുന്നത്, പാഞ്ചാലിയും ഭീമനും കുളിക്കാൻ വരുന്നിടത്ത് ഇവർ വന്ന് മദ്യപിക്കുകയും മാന്യമല്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഈ വെള്ളം വീഴുമ്പോഴൊരു പ്രശ്നമുണ്ട്. വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ്, ഭയങ്കര തീവ്രതയാണ്. അവിടെ ചെല്ലുമ്പോൾ വെള്ളം ആ കല്ലിലേക്ക് പതിക്കുന്നത് കേട്ടു നിൽക്കും ഭയമാണ്. ഭയാനകമായ ഒരു ശാന്തതയാണ്, ശാന്തതയല്ല, വല്ലാത്തൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിലൂടെ വെള്ളം വീഴേക്ക് പതിക്കുന്നത് കേട്ടു നിൽക്കും ഭയം തോന്നും. അങ്ങനെയുള്ളൊരു വലിയൊരു സ്ഥലമാണിത്. അപ്പോൾ പിന്നെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള വഴിയെന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയി വഴി മംഗളഗിരി വഴി ഇവിടേക്കൊരു വഴി കിടപ്പുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും നല്ല വഴി. അത് മംഗളഗിരി തുടങ്ങി ഈ അരുവിക്ക് മാർമലി അരുവി വരെ ഒരു റോഡ് അടുത്ത കാലത്ത് പൂഞ്ഞാറമ്മൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും എം പി ആൻറ്റോ ആൻ്റണിയും ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വഴി ഒരു സൗകര്യം 12 കിലോമീറ്റർ, ഈരാറ്റുപേട്ട ഒരു 12-13 കിലോമീറ്റർ ചെന്നാൽ അവിടെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ മഴക്കാലത്ത് അവിടെ അടുക്കാൻ പാടില്ല. ഇപ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും അസാധാരണമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഓർക്കണം, ഈ എലവീഴാപ്പൂഞ്ചിറയിൽ താമസിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എലവീഴാപ്പൂഞ്ചിറ ഞാൻ പറഞ്ഞല്ലോ ദേവഭൂമിയാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ ഈ അരക്കില്ലും അവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് പഞ്ചപാണ്ഡവന്മാരെ കത്തിച്ച് കളയാൻ വേണ്ടി, ദഹിപ്പിച്ച് കളയാൻ വേണ്ടി അരക്കില്ലും ഉണ്ടാക്കി അതിൽ ഇവരെ പാർപ്പിച്ചെന്നാണ് വിശ്വാസം. ആ പാർപ്പിച്ച ആ തുരങ്കവും അതെല്ലാം കൂടി ഇടിഞ്ഞു കയർന്ന് കിടക്കുന്ന കല്ലും ഇപ്പോഴും ഉണ്ട് അവിടെ കിടപ്പ്. അതിന് പറയുന്നത് കല്ലുമലയെന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഭീമനും ഒക്കെ ഇവിടെ വന്നത് മാത്രമല്ല, ഇത് വളരെയധികം ടൂറിസ്റ്റുകൾക്ക് ആനന്ദം പകരുന്നതാണ്. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള വിദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ട്. എല്ലാ വർഷവും തന്നെ അപകടവും സംഭവിക്കാറുണ്ട്. ഇനി ഇത് മറ്റൊന്നും ഇവിടെ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒത്തിരി നിഗൂഢതകൾ ഇരിപ്പുണ്ട്. അവിടെ എന്തോ രത്നങ്ങളൊക്കെ കിടപ്പുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. 1958 മോട്ടോർ ഉപയോഗിച്ച് ഇത് പറ്റിക്കാൻ ശ്രമിച്ചു. ഒരു കുളം, ഞാൻ പറഞ്ഞല്ലോ 40 അടി ആഴമുള്ള ആ കയം പറ്റിക്കാനുള്ള ശ്രമം നടത്തി. അതിന് മുമ്പൊന്നും ആരും ഇറങ്ങിയിട്ടില്ല അങ്ങോട്ട്. ഭയമാണ്. ശ്രമിച്ചിട്ട് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായത്. വിജയിച്ചില്ല. കാരണം എന്താണെങ്കിലും നടന്നില്ല. അപ്പോൾ പോയപ്പോൾ കണ്ട ഒരു കാര്യം, 8 അടി അകലത്തിൽ വെച്ചൊരു 3 കൽപ്പടവുകൾ താഴെയുണ്ട്. അത് ആര് നിർമ്മിച്ചു എങ്ങനെയാണെന്ന് അറിയില്ല. അതിനടിയിൽ രത്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞത് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. കിട്ടിയത് കുറേ മത്സ്യങ്ങളെ കിട്ടി, അത് മാത്രമേ അവിടെ കിട്ടിയത്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ വെള്ളച്ചാട്ടമാണ് മാർമലി അരുവി. അപ്പോൾ അത് പിന്നെ ഏവരും കാണേണ്ടതാണ്. അത് നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊന്നും വേറെയില്ല. മൂന്നിലൂർ പഞ്ചായത്തിൽപ്പെട്ട കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ ചരിത്രമാണ്. അതിന് ഒരു ഐതിഹ്യവും ചരിത്രവും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വെള്ളച്ചാട്ടങ്ങൾക്കും കയങ്ങൾക്കും ചില ഐതിഹ്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് വരുന്നത് ഇവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പഴുക്കാക്കാനത്തു നിന്നാണ് ഇത് വരുന്നത്. പഴുക്കാക്കാനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരിക്കലും പഴുക്കാത്ത കാനമാണെന്നാണ് പറഞ്ഞത്. അവിടെ ഒന്നും ഒരിക്കലും പഴുക്കില്ല, പച്ചപ്പുള്ളതാണ്. ഒരു പക്ഷേ എലവീഴാപ്പൂഞ്ചിറയുടെ ഒരു വാങ്ങലായിരിക്കാം ഇത്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വരുന്നത്. അവിടെ പഴുക്കാക്കാനത്ത് വെള്ളം ഒരിക്കലും പറ്റില്ല. അപ്പോൾ എപ്പോഴും 12 മാസവും വെള്ളം വന്ന് വീഴുന്ന ഒരു സ്ഥലമാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം. അവിടെ കണ്ണാടിപ്പാറ വഴിയാണ് ഇത് വരുന്നത്.
കണ്ണാടിപ്പാറ എന്ന് പറയുന്നത് അവിടുന്ന് ഒരു 1000 അടി താഴ്ചയിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. കട്ടിക്കയം വെള്ളച്ചാട്ടം 1000 അടി താഴേക്കാണ് ഇത് പതിക്കുന്നത്. അപ്പോൾ ഈ പതിക്കുന്നിടത്തൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു 3 കയങ്ങളുണ്ട്. 3 കയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ആന ചവിട്ടിയതുപോലെയുള്ള കുഴികളാണ്. ആനയുടെ പാട് പതിഞ്ഞ 3 കുഴികളാണ് അവിടെ ഉള്ളത്. വിശ്വാസമനുസരിച്ച് പാഞ്ചാലി കൊണ്ട് ഭീമൻ ഇവിടെ വന്ന് കുളിച്ചപ്പോൾ അദ്ദേഹം ചവിട്ടിയതുകൊണ്ടുണ്ടായതാണ് ഈ കുഴിയെന്നാണ് വിശ്വാസം. 3 എണ്ണമുണ്ട്. അതിന് പറയുന്ന ഒന്ന് കട്ടിക്കയം, കരണ്ടക്കയം, വലിയ കരണ്ടക്കയം. അങ്ങനെ 3 കയങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെയും വന്ന് പലപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പല ആളുകളും അവിടെ വന്ന് വെള്ളത്തിൽ വന്ന് ചാടി ഉത്തരവാദിത്വം ഇല്ലാതെ അല്ലെ ലക്കില്ലാതെ വന്ന് അപകടത്തിൽപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഇത് കാണാൻ അതിമനോഹരമാണ്. ഇത് എത്തിച്ചേരാൻ 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഈരാറ്റുപേട്ട വഴി മൂന്നിലവ് ചെന്ന് മങ്കൊമ്പ് ക്ഷേത്രത്തിൻ്റെ അതുവഴി നെല്ലാപ്പാറ കൂടി മേച്ചാലിനടുത്താണിത്. മേച്ചാലിന് പോകുന്ന വഴിക്കാണിത്. ഏകദേശം ഈരാറ്റുപേട്ടയിൽ നിന്നൊരു 16-18 കിലോമീറ്റർ ദൂരം വരും. റോഡിൽ നിന്ന് അല്പം അങ്ങ് മാറിയാൽ മതി. കാണിച്ചു തരാനൊക്കെ അസൗകര്യങ്ങളില്ല. പക്ഷേ സൂക്ഷിച്ചു പോയില്ലേ അപകടത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേറൊരു വഴിയുള്ളത് തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ കാഞ്ഞിരങ്കവല വന്നിട്ട് മെലുകാവ് സെൻറ്റർ വഴി പിന്നെ സെൻറ്റർ വഴി മേച്ചാലിലേക്ക് പോകാൻ പറ്റും. ഏകദേശം ദൂരമെല്ലാം ഏകദേശം ശരിയാണ്. ഒരു 10-20 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ ഇത് ചെന്ന് കാണുമ്പോഴാണ് നമ്മളിതിൻ്റെ ഭംഗി അറിയുന്നത്. അടുത്ത കാലത്തായിട്ട് അതിനെപ്പറ്റിയൊക്കെ ആളുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഇന്നും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് സെൻ്ററാണ്. അവിടെ പോയി നമുക്ക് എല്ലാ കാഴ്ചകൾ കാണാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സർക്കാരും അതിനകത്ത് കുറേ ശ്രദ്ധയൊക്കെ പതിപ്പിക്കുന്നുണ്ട്. ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനം മുതലൂടെ അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസ്റ്റ് സെൻ്ററുകൾ നമ്മുടെ വരുമാന മാർഗ്ഗമാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിന് വരുമാനത്തിനുള്ള ഏറ്റവും നല്ല സ്രോതസ്സാണിത്. പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും നല്ല വരുമാന മാർഗ്ഗമാണിത്. ഇവിടെ ചില ജോലിക്കാരെയൊക്കെ വെച്ച് നിയന്ത്രിക്കാനുള്ള ഏർപ്പാടും സുരക്ഷാ ക്രമീകരണം നടത്തുകയാണെങ്കിൽ ഒരു ഫീസ് വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു നല്ല വരുമാനത്തിലുള്ള സ്രോതസ്സാണ്. അപ്പോൾ ഈ അസാധാരണം അസുലഭമായ ഈ സാഹചര്യങ്ങൾ, ഈ അവസരം നാട്ടുകാർ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മൂന്നിലവ് പഞ്ചായത്തിലാണ്. അപ്പം അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടവും കഴിയുന്ന ആളുകളൊക്കെ പോയി കണ്ട് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമസ്കാരം. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പന ജ്വല്ലറി, PP റോഡ്, ഈരാറ്റുപേട്ട.